നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസാദം നല്ല സ്വാദുണ്ട് പാർവതി. ചന്ദ്രഭഗവാന് നിവേദിച്ച പ്രസാദമല്ലേ ഇത്? ഭഗവാൻ അർപ്പിക്കുന്ന പ്രസാദം ഭഗവാൻ കഴിക്കുമെന്നാണല്ലോ വിശ്വാസം. ഭഗവാൻ ഇത് കഴിച്ചതുകൊണ്ടാവും ഇതിന് ഇത്രയും സ്വാദ്. അതായിരിക്കാം, പക്ഷേ അത് മാത്രമല്ല സ്വാദിന്റെ കാരണം. പിന്നെന്താ? ഇതില് എന്റെ ഭവതിയുടെ കൈപുണ്യം കൂടിയുണ്ട്. പ്രസാദത്തിന് സ്വാദ് കൂടാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല സർ. ചന്ദ്രഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പ്രസാദം ഞാൻ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. പാർവതി, പ്രസാദത്തിന്റെ രുചി കാരണം ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഒടുവില് ഇത് തീർന്നു പോവും. പാർവതി ഇതിൽ നിന്നും ലേശം പോലും കഴിച്ചില്ലല്ലോ. വിശാൽ സാർ കഴിക്കേ, അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം. ഞാൻ ഒത്തിരി കഴിച്ചല്ലേ പാർവതി, ഇനി പാർവതി കഴിക്കാം. സാറ് കുറച്ചുകൂടി കഴിക്കേ. കഴിച്ചാ പിന്നെ അധിക നേരം രണ്ടും ഉണർന്നിരിക്കില്ലല്ലോ. അത്രയ്ക്ക് എഫക്റ്റുള്ള ഉറക്ക ഗുളികയാ ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് എന്റെ ജോലികൾ നടത്താൻ. വിശാൽ സാർ, ഞാനും കഴിച്ചു തീർന്നു. സന്തോഷം. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഏയ്, താനിവിടെ ഇരിക്ക. നമുക്കേ കുറച്ചു നേരം കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം. അയ്യോ, ഇപ്പൊ തന്നെ ഒത്തിരി നേരായി. ദേ, കൃത്യസമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ വിശാൽ സാർ ക്ഷീണിക്കും. അതുകൊണ്ട് കിടന്നുറങ്ങ. പാർവതി, ഇത്തിരി നേരം ഇവിടെ ഇരിക്ക. നടക്കില്ല. ദേ, ഞാൻ പോവാ. എനിക്ക് ഉറങ്ങണം. രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ? സാറ് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക്. ആ, എന്നാലേ എനിക്കൊരു താരാട്ട് പാടുത്താ ഞാൻ ഉറങ്ങാം. അയ്യടാ, കൊള്ളാലോ. ഞാനിപ്പോ താരാട്ട് പാടിയല്ലേ ആൾക്കാർ ഇവിടെ ഓടിക്കൂടും. അതെ, ഉച്ചത്തിൽ പാടാൻ ആരും പറഞ്ഞു? പതുക്കെ ചെറിയ ശബ്ദത്തിൽ എനിക്ക് കേൾക്കാൻ വേണ്ടി പാടിയാ മതി. അതൊക്കെ നമ്മുടെ ആദ്യ രാത്രി കഴിഞ്ഞു. ഇപ്പോ സാറ് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങാൻ നോക്കി. ഉറങ്ങിക്കേ. എണീറ്റേ, വാ, എനിക്ക്. വിശാൽ സാർ, കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രതാപ, നീ ആ സൈഡിൽ പോയി നോക്ക്. ഞാൻ ഇവിടെ നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.